ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് വളരെ സീരിയസ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതായത് PSC എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന, അല്ലെങ്കിൽ പോട്ടെ ഏതൊരു എക്സാമിനും പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവരും ഇതൊന്ന് അറിഞ്ഞിരിക്കണം. ഇത് അറിഞ്ഞതിന് ശേഷം മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യൂ, നിങ്ങളൊന്ന് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാവൂ. ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെ പറയുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ കാണും എന്താണ് ഈ പറയാൻ പോകുന്നത്. അതായത് ഇപ്പോൾ ഈ നിലവിൽ വന്ന റാങ്ക് ലിസ്റ്റുകളുടെ നിയമന അവസ്ഥയാണ് നമ്മൾ ആദ്യം ഒന്ന് മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ CPO 21% മാത്രമേ നിയമനം നടന്നിട്ടുള്ളൂ. അടുത്ത LDC റാങ്ക് ലിസ്റ്റ് വന്നിട്ട് 1.5 വർഷമായി. ഏതാണ്ട് 50% അടുത്ത്, 1.5 വർഷം കഴിഞ്ഞായിരുന്നു. അപ്പോൾ ഏതാണ്ട് ഒരു 50% അടുത്ത് എന്ത് ചെയ്യുന്നു, നിയമനം എത്തിക്കൊണ്ടിരിക്കുന്നു. LGS ആണെങ്കിൽ 25% മാത്രമേ നിയമനം ഇതുവരെ നടന്നിട്ടുള്ളൂ. അതായത് റാങ്ക് ലിസ്റ്റ് വന്നിട്ട് ഏതാണ്ട് 1.5 വർഷത്തിൽ കൂടുതലായി. ഇനി വരാൻ പോകുന്ന നോട്ടിഫിക്കേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ, നോട്ടിഫിക്കേഷൻ അല്ല എക്സാം തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ നിയമനങ്ങൾ എന്തായിരിക്കും, കുറവായിരിക്കും. അപ്പോൾ എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു വെച്ചാൽ, ഇപ്പോൾ അടുത്ത് വരാൻ പോകുന്ന അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ വന്ന എക്സാം വരാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എക്സാമാണ് LSCS. നമുക്ക് മാക്സിമം 200 മുതൽ 250 വരെ വേക്കൻസി നമുക്ക് പ്രതീക്ഷിക്കാം. ഇപ്പോൾ യൂണിവേഴ്സിറ്റി LGSന്റെ കേസ് തന്നെ എടുക്കുകയാണ്. ഇപ്പോൾ പ്രിലിംസ് കഴിഞ്ഞു, മെയിൻസ് കഴിഞ്ഞു, ആദ്യമായിട്ടാണ് നോട്ടിഫിക്കേഷൻ വരുന്നത്. എന്നിട്ട് പോലും ഇപ്പോൾ ഏതാണ്ട് 200+ വേക്കൻസി മാത്രമേ എന്ത് ചെയ്തിട്ടുള്ളൂ, റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. ഓക്കെ, ഇനി അടുത്ത് LD എക്സാം എഴുതാൻ പോവുകയാണ് എല്ലാവരും, അല്ലെങ്കിൽ LDC എക്സാം പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അടുത്ത CPO പ്രിപ്പയർ ചെയ്യുന്നു, മെയിൽ എക്സാമാണ്. അത് കഴിഞ്ഞ് സബ് ഇൻസ്പെക്ടർ എക്സാം വരാൻ പോകുന്നു. അടുത്ത LPUP, അങ്ങനെ ഒരുപാട് എക്സാംസ് ഉണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, ഇനി അങ്ങോട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ ഉഴപ്പി പഠിച്ച്, അല്ലെങ്കിൽ ഭാഗ്യം ഉണ്ടെങ്കിൽ എനിക്ക് കിട്ടട്ടെ, ആ ആറ്റിറ്റ്യൂഡിൽ പഠിച്ചാൽ ഒരു കാലത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പോകുന്നില്ല, ജോലി കിട്ടാൻ പോകുന്നില്ല. ഇനി അങ്ങോട്ട് ഏതൊരു എക്സാം നിങ്ങൾ എടുത്താലും നിങ്ങൾ ശ്രമിക്കേണ്ടത് എന്താണ്, വരികയാണെങ്കിലും ആദ്യത്തെ 100 റാങ്കിനകത്ത് വരിക. അതിപ്പോൾ LD ആയിക്കോട്ടെ, LGS ആയിക്കോട്ടെ, ഏത് എക്സാം ആയിക്കോട്ടെ, നമ്മളൊരു റാങ്ക് ലിസ്റ്റിനകത്ത് വരികയാണെങ്കിൽ ആദ്യത്തെ റാങ്കിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ വരാൻ ശ്രമിക്കാം. അല്ലാതെ നമ്മൾ ഇത്രയും കാലം കഷ്ടപ്പെട്ടതിന്, ഇത്രയും കാലം എഫേർട്ട് കൊടുത്തതിന് ബാക്കിയെല്ലാം ഒരു ഫലമില്ലാതായി പോകും. അതായത് ഇപ്പോൾ ഒരുപാട് ആൾക്കാരുണ്ട്, ജോലിക്ക് പോയിട്ട് പഠിക്കുന്ന ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ ഒഴിവ് സമയം കണ്ടെത്തി ആ സമയം പഠിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ പഠിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ നിങ്ങളുടെ എഫേർട്ടിൻ്റെ മാക്സിമം നിങ്ങൾ കൊടുക്കണം. അതായത് പറ്റുകയാണെങ്കിൽ എന്ത് ചെയ്യാം, ഇപ്പോൾ LDC ഒരു 4 മാസത്തിനകത്ത് LDC എക്സാം സ്റ്റാർട്ട് ചെയ്യും, ജൂലൈയിൽ സ്റ്റാർട്ട് ചെയ്യും. പറ്റുകയാണെങ്കിൽ ഒരു 4 മാസത്തേക്ക് എന്ത് നോക്കുക, ലീവ് എടുക്കാൻ പറ്റുമെങ്കിൽ എന്ത് ചെയ്യും, ഒന്ന് ലീവ് എടുക്കുക. നമ്മൾ ചില സമയത്ത് ഒന്ന് കൈവിട്ടാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, നമുക്ക് അതിൻ്റെ ഫലം നമുക്ക് കിട്ടത്തുള്ളൂ. ഒന്ന് റിസ്ക് എടുക്കാൻ തയ്യാറാ മാത്രമേ നമുക്ക് എന്ത് ചെയ്യത്തുള്ളൂ, നമുക്ക് എക്സാം നമുക്ക് കിട്ടത്തുള്ളൂ, ജോലി നമുക്ക് കിട്ടത്തുള്ളൂ. അല്ലാതെ നമുക്ക് നോക്കാം, നമുക്ക് ഈ സമയം നമുക്ക് പഠിക്കാം, അങ്ങനെയൊന്നും പഠിച്ചിട്ട് ഇനി അങ്ങോട്ട് ഒരു കാര്യവും വരാൻ പോകുന്നില്ല. നമ്മളൊരു റാങ്ക് ലിസ്റ്റിൽ വരും, പക്ഷെ നമുക്ക് എന്ത് കിട്ടത്തില്ല, ജോലി കിട്ടത്തില്ല. റാങ്ക് ലിസ്റ്റിന്റെ അവസാനം വരും, പക്ഷെ നമുക്ക് എന്ത് കിട്ടത്തില്ല, നമുക്ക് ജോലി കിട്ടത്തില്ല. സോ ഇനി നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് എന്താണ്, റാങ്ക് ലിസ്റ്റിന്റെ ആദ്യം വരാൻ ശ്രമിക്കുക. അപ്പൊ ഞാൻ എൻ്റെ ഒരു ഉദാഹരണം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു. അതായത് ഞാൻ 2017 LDC റാങ്ക് ലിസ്റ്റ്, 2017 നടന്ന പരീക്ഷ 2018 റാങ്ക് ലിസ്റ്റ് വന്നായിരുന്നു, LDC റാങ്ക് ലിസ്റ്റ് വന്നായിരുന്നു. അപ്പോൾ എൻ്റെ റാങ്ക് 1217 അപ്പോൾ മുമ്പത്തെ റാങ്ക് ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ എനിക്ക് ഉറപ്പായിട്ടും എന്ത് ചെയ്യും, ജോലി കിട്ടും, LDC ആയിട്ട് കിട്ടും. അപ്പോൾ ഞാനിങ്ങനെ പ്രതീക്ഷിച്ചു, കുഴപ്പമില്ല, എന്തായാലും എനിക്ക് എപ്പോഴായാലും ജോലി കിട്ടുമല്ലോ, താമസിച്ചാലും കിട്ടുമല്ലോ, കുഴപ്പമില്ല. അപ്പോൾ എന്ത് ചെയ്തു, ഞാനിങ്ങനെ ടീച്ചിങ് ഒന്നും കൂടെ ആക്റ്റീവായിട്ട് എന്ത് ചെയ്തു, ബാക്കി അടുത്ത ആ സമയത്തുള്ള എക്സാംസിനൊക്കെ അധികം ഫോക്കസ് കൊടുക്കാതെ എന്ന് വെച്ചാൽ എന്തായാലും എനിക്ക് LDC ജോലി കിട്ടുമല്ലോ, ഇത്തിരി താമസിച്ചാലും കിട്ടുമല്ലോ, കുഴപ്പമൊന്നും. പക്ഷേ എന്ത് ചെയ്യത്തില്ല, അത്ര നിയമനം പോയില്ല. ഒന്ന് ആലോചിക്കുക, ഒരു റാങ്ക് ലിസ്റ്റിന്റെ അവസാനം വന്നപ്പോൾ ഒരു വിദ്യാർത്ഥിയുടെ പഠിത്തം ഫുൾ അങ്ങ് പോയി കിട്ടും. കാര്യം മനസ്സെന്താണ്, എനിക്ക് ഞാൻ ജോലി കിട്ടും, പിന്നെ ഞാൻ എന്തിനും ഇത്രയും എഫേർട്ട് കൊടുക്കുന്നു, പഠിക്കാൻ വേണ്ടി എന്തിനും എഫേർട്ട് കൊടുക്കുന്നു, എന്തായാലും എപ്പോഴെങ്കിലും കിട്ടുമല്ലോ, അങ്ങനെയൊക്കെ വിചാരിച്ച് ഒരാളുടെ, അപ്പോൾ ചിലപ്പോൾ നിങ്ങളും അതേപോലെ തന്നെ ആവും, അല്ലെ? ഇപ്പോൾ ഞാൻ മാത്രമല്ല, നിങ്ങളും അതേപോലെ തന്നെയാവും, എല്ലാവരും അതേപോലെ തന്നെയാവും. ഒരു ഉറപ്പുള്ള ഒരു റാങ്ക് ലിസ്റ്റിനകത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും, നമ്മൾ എഫേർട്ട് കൊടുക്കത്തില്ല, പഠിക്കത്തില്ല, പക്ഷെ നിയമനം എന്തായിരിക്കും, കുറവായിരിക്കും, ലാസ്റ്റ് ജോലി കിട്ടത്തില്ല, നമ്മുടെ പഠിത്തം പോയി, അത്രയും വർഷങ്ങൾ പോയി, ബാക്കിയെല്ലാം പോയി. അപ്പോൾ ഈ ഒരു അബദ്ധം ഒരാൾക്ക് എന്ത് ചെയ്യരുത് പറ്റുന്നു. പിന്നെ അതിനുശേഷമാണ് ഞാൻ എന്ത് ചെയ്തത്, അടുത്ത വീണ്ടും ഞാനൊന്ന് ആക്റ്റീവായി തുടങ്ങിയത്, പഠിക്കാനായിട്ട്, ടീച്ചിങ്ങിലായിക്കോട്ടെ, ബാക്കിയെല്ലാം. സോ എക്സാംസ് ഇപ്പോൾ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ക്രാക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്, ബാക്കി എല്ലാവർക്കും പറ്റുന്നുണ്ട്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട പോയിന്റ് എന്താണ്, ഒരു റാങ്ക് ലിസ്റ്റിന്റെ അവസാനം വരുന്നതിനേക്കാൾ നല്ലത് ആ റാങ്ക് ലിസ്റ്റിൽ വരാതിരിക്കുന്നത്. റാങ്ക് ലിസ്റ്റിൽ വരാതിരുന്നാൽ നമ്മൾ എന്ത് ചെയ്യും, വീണ്ടും നമ്മൾ പഠിക്കും, പക്ഷെ അവസാനം വന്നാൽ ആ ഒരു കോൺഫിഡൻസ് നമുക്ക് കാണും. അപ്പോൾ ഇനി അങ്ങോട്ടുള്ള പരീക്ഷകൾക്ക്, ഇനി അങ്ങോട്ടുള്ള എക്സാംസിന്, അതായത് LDC, LGS, CPO, സബ് ഇൻസ്പെക്ടർ, LSCS, പിന്നെ LPUP, ഇത്രയും അടുത്ത് വരാൻ പോകുന്ന പ്രധാനപ്പെട്ട എക്സാംസ്. അപ്പോൾ ഇനി ഈ എക്സാംസിനൊക്കെ സമയമുണ്ട്. ഇപ്പോൾ LSCS അടുത്ത് വരാൻ പോകുന്ന എക്സാമാണ്, മേ ബി ചിലപ്പോൾ സമയം കാണത്തില്ല, പക്ഷേ LDക്ക് സമയമുണ്ട്, LPUPക്ക് സമയമുണ്ട്, 100 ദിവസമുണ്ട്. അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് CPO മെയിലാണ് എക്സാം വരുന്നത്, LGS പ്രിപ്പയർ ചെയ്യാൻ സമയമുണ്ട്.
അപ്പോൾ ഈ എക്സാംസിന് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ നിങ്ങളൊന്ന് ഉഴപ്പി പഠിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളൊന്ന് ആക്റ്റീവ് ആവും, എഫേർട്ട് കൊടുക്കാൻ നോക്കുക, ലീവ് എടുക്കാൻ നോക്കുക, ഇരുന്ന് പഠിക്കാം. അഥവാ ഇങ്ങനെ പഠിക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ വിടുന്നതാണ് നല്ലത്, പഠിക്കാതിരിക്കുന്നതാണ് നല്ലത്. കാര്യം ഇത്രയും സമയവും പോവും, ബാക്കിയെല്ലാം പോവും. അപ്പോൾ ഈ എക്സാംസിന് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ എത്രത്തോളം മണിക്കൂർ ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും, എത്രത്തോളം സമയം ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുമോ അത്രയും എന്ത് ചെയ്യാം, ചെയ്യാം. എന്നാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഈ കോമ്പറ്റീഷനിൽ നമുക്ക് റിസൾട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റത്തുള്ളൂ. അല്ലാതെ ഒരു എളുപ്പമുള്ള ടാസ്ക് ഒന്നുമില്ല. നമുക്ക് എളുപ്പം പോയി ചുമ്മാ പോയി പഠിച്ച എക്സാം ഒക്കെ എഴുതിയെടുക്കാം. അതൊക്കെ പറ്റുമായിരുന്നു. പണ്ടൊരു 2020 മുമ്പൊക്കെ ആണെങ്കിൽ, 2019 മുമ്പൊക്കെ ആണെങ്കിൽ ഒരു ചെറിയൊരു എഫേർട്ട് കൊടുത്താൽ നമുക്ക് എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റും, വലിയ പാടില്ല. GK ഒക്കെ ആണെങ്കിൽ എപ്പോഴും ആവർത്തിക്കുന്ന ക്വസ്റ്റ്യൻസ് ആയിരുന്നു. മാത്സ് ഒക്കെ ആണെങ്കിൽ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്, എക്സാം നമുക്ക് പൊട്ടിക്കാൻ പറ്റും. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ കുത്തിയിരുന്ന് നമ്മൾ സ്കൂൾ ടെക്സ്റ്റിന്റെ നല്ലൊരു ഭാഗം നോക്കി, ആവർത്തിക്കുന്ന ടോപ്പിക്കുകൾ നമ്മൾ നോക്കി, മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത്, മാക്സിമം കറണ്ട് അഫയേഴ്സ് പ്രാക്ടീസ് ചെയ്ത്, ഇത്രയും കഷ്ടപ്പെട്ടാലേ നമുക്ക് എന്ത് കിട്ടത്തുള്ളൂ, ജോലി കിട്ടത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ പഠിച്ചു തുടങ്ങുകയാണെങ്കിൽ, അല്ലെങ്കിൽ പഠിക്കാൻ വരുന്ന ആൾക്കാർ കഷ്ടപ്പെടാൻ തയ്യാറായി മാത്രമേ വരാവൂ. അല്ലാതെ നമുക്ക് ചുമ്മാ ജസ്റ്റ് ഒന്ന് ലക്ക് ട്രൈ ചെയ്ത് നോക്കാം, അങ്ങനെയൊന്നും വന്നിട്ട് ഒരു കാര്യവുമില്ല. നമ്മുടെ സമയം പോകും, നമ്മുടെ അധ്വാനം പോകും, ബാക്കിയെല്ലാം പോകും. സോ ഇറങ്ങുകയാണെങ്കിൽ നിങ്ങൾ മാക്സിമം എഫേർട്ടിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഇറങ്ങാം. മാക്സിമം സമയം നിങ്ങൾ ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യാം. അല്ലെങ്കിൽ ബെറ്റർ എന്ത് ചെയ്യാം, ലീവ് ചെയ്യാം. അത് മാത്രമേ ഉള്ളൂ ഓപ്ഷനായിട്ട്, വേറെ ഒന്നുമില്ല. അപ്പോൾ ഇങ്ങോട്ട് LD വരാൻ പോവുകയാണ്. ഇപ്പോൾ മാർച്ച് മാസമായി, അതായത് നോട്ടിഫിക്കേഷൻ വന്ന് എപ്പോഴാണ്, നോട്ടിഫിക്കേഷൻ വന്നത് നവംബറിലാണ്. നോട്ടിഫിക്കേഷൻ വന്നത് ഡിസംബർ, ജനുവരി, ഫെബ്രുവരി 3 മാസം കഴിഞ്ഞ് നോട്ടിഫിക്കേഷൻ വന്നിട്ട് നമ്മൾ പോലും അറിയാതെ സമയം ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. ഇനി അങ്ങോട്ട് എത്ര മാസമുണ്ട്, 4 മാസമുണ്ട്. ഈ 4 മാസം തീയായിട്ട് നിങ്ങൾ എന്ത് ചെയ്യാൻ നിൽക്കുക. 10 മണിക്കൂർ പഠിക്കാൻ പറ്റുമെങ്കിൽ 10 മണിക്കൂർ പഠിക്കാം, 12 മണിക്കൂർ പഠിക്കാൻ പറ്റുമെങ്കിൽ അത്രയും മണിക്കൂർ എന്ത് ചെയ്യുക, പഠിക്കുക. കാര്യം ഇനി അങ്ങോട്ട് അങ്ങനെയൊക്കെ പഠിച്ചിട്ട് എന്തുള്ളൂ, കാലമുള്ളൂ. അപ്പോൾ അങ്ങോട്ട് മുമ്പിലോട്ട് ഒത്തിരി എക്സാംസ് വരാൻ പോവുകയാണ്. പ്രിപ്പറേഷനൊക്കെ ആ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ കൊണ്ടുപോവുക. ഓക്കെ, അല്ലെങ്കിൽ ഒരു എക്സാമിലും ഒരു റാങ്ക് ലിസ്റ്റിലും നമുക്ക് വരാൻ പറ്റത്തില്ല. സോ അങ്ങനെ പ്രിപ്പയർ ചെയ്യുക. അങ്ങോട്ട് ഒത്തിരി എക്സാംസ് വരാൻ പോവുകയാണ്. അങ്ങനെ പ്രിപ്പയർ ചെയ്യുക, നന്നായിട്ട് വർക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിൽ കാണാം.